സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്നവനാണോ നീ? അങ്ങനെയാണെങ്കിൽ ലോകം നിന്നെ സമാദരിക്കും. എന്നാൽ ദൈവത്തോടൊപ്പമാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ അല്പമെങ്കിലും ക്രൂശീകരണം നിനക്ക് കിട്ടും. ക്രൂശീകരണത്തിൻ്റെ ആരംഭമെങ്കിലും ആരിൽ നിന്നെങ്കിലും കിട്ടും. ഒരാളിൽ നിന്നും ഒരു കുറ്റവും കിട്ടാത്ത രീതിയിൽ ആണോ നീ യാത്ര ചെയ്യുന്നത്? ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാകാം. പക്ഷേ ചില സത്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിമർശിക്കപ്പെട്ടേക്കാം. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്നത് ദൈവത്തോടൊപ്പമാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ മുന്നേറുക. ഒഴുക്കിനെതിരെ നീന്തുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവനുള്ള മത്സ്യം. ഒഴുക്കോട് കൂടി പോകുന്നവനല്ല. അത് ജീവനില്ലാത്തവൻ്റെ ലക്ഷണമാണ്. ഉരുകുന്ന മെഴുകുതിരിക്ക് പ്രകാശം തരാനാവുള്ളൂ. അത് ഉരുകുന്നില്ലെങ്കിൽ അത് ജ്വലിക്കുന്നില്ല എന്നാണ് അർത്ഥം. അത് കത്തുന്നില്ലെങ്കിൽ അതിനൊട്ട് പ്രകാശം തരാനും സാധിക്കുകയില്ല. അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ തിരി കത്തുന്നത് പോലെ അതിൻ്റെ മെഴുകും അവരൻ്റെ മേൽ വീഴ്ത്താതെ സ്വയം ആ മെഴുകുതിരിയുടെ മേൽ തന്നെ അതിൻ്റെ മെഴുകുരുകുന്നത് പോലെ ഉരുകിത്തീരുന്ന ഒരു ജീവിതശൈലി നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ദൈവസമക്ഷം നീതിമാനാണ് കേട്ടോ. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.